എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് നശിപ്പിക്കുന്ന ആളെ അള്ളാഹ്ക്ക് വെറുപ്പാന്ന് ഹദീസിൽ വരിക, എന്നിട്ട് ദൂർത്തുമായി നമ്മളൊരു വിവാഹം നടത്തുക, എന്നിട്ട് ആ വിവാഹത്തിൽ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? എങ്ങനെ ബർക്കത്തുണ്ടാവുക? ഒരു 5 പൈസ ചെലവാക്കുമ്പോൾ ഇത് എനിക്ക് ആഖിറത്തിൽ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ട് മഹാനവറുകൾ അവിടെ എത്തിയപ്പോൾ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു സുർമ്മക്കുപ്പി കണ്ടു. മഹാനവറുകൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം സുർമ്മക്കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ, ഇവിടെ ബർക്കത്തുണ്ടാവില്ലല്ലോ. തിരിച്ചുപോയി. കണ്ടോ കണ്ടങ്ങള് ആൾക്കാരെന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും പ്രധാനമല്ല. ഇപ്പം മിക്ക ചെറുപ്പക്കാരും കല്യാണ അടക്കം നടത്തിയിട്ട് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് 2-3 വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടിവെച്ച് സ്വരൂപിച്ച് നാട്ടിലെത്തുമ്പോഴേക്ക് കല്യാണം അടക്കം പൂർത്തിയാവണം എന്ന് ടാർഗറ്റ് ചെയ്ത ആ പണം എൻഗേജ്മെന്റിന്റെ ആ പർവ്വത സമാനമായ ചോക്ലേറ്റിൽ തീരും. ഈ ചോക്ലേറ്റ് ഒന്നും ആരും തിന്നാനും അല്ല. പിന്നെ അതിങ്ങനെ വീഡിയോ റീലെടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിലിടണം. 3 തിജ്ജും 4 പുవ్വും 8 ലൈക്കും, അതിൽ തീരും ആ ചോക്ലേറ്റിൻ്റെ രസം. ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് പാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളി എന്ന് പറയാ, മോമിനീങ്ങൾ ഭയങ്കര സ്നേഹമാണ്. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണ്, ഒരു കെട്ടിടത്തിലെ കല്ലുകൾ ചേർന്ന് നിൽക്കുന്ന പോലെയാണ്. ശരീരത്തിന് ഒരു വിരലിന് ചെറിയ മുറിവ് വന്നാൽ ആ വിരലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാക്കി എല്ലാ അവയവങ്ങളും പനി ബാധിച്ചും മറ്റും സഹകരിക്കുന്ന പോലെ മോമിനീങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ മറ്റു മോമിനീങ്ങൾ അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന്. ഗസയിലെ മോമിനീങ്ങളോട് നമുക്ക് എന്താ ഐക്യദാർഢ്യം? ചോക്ലേറ്റിൻ്റെ കൂമ്പാരം. ഇന്നലെ ഒരു കല്യാണത്തിന് എല്ലാവരും ഡ്രസ് കോഡ് പച്ച, ഇന്ന് ചുവപ്പ്, നാളെ കറുപ്പ്. ആരോട്? ഇതല്ലേ നമ്മളെ ഐക്യദാർഢ്യം? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ബർക്കത്തുണ്ടാവുന്നില്ല എന്ന അടിസ്ഥാന കാരണം, ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ ഒന്നാമത് നമ്മൾ വായിച്ചത് തർക്കുൽ ഫുളൂൽ, ആവശ്യമില്ലാത്തൊന്നും ചെയ്യൂല. വീട് ആവശ്യമില്ലാത്ത രീതിയിൽ കയറ്റിയപ്പോൾ ആ സ്വഹാബിയെ കണ്ടപ്പോൾ മുഖം തിരിച്ചില്ലേ തങ്ങൾ? ഇല്ലേ? ആവശ്യമില്ലാത്തൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ സ്വഭാവം, ഒന്ന് എന്നെ പറഞ്ഞ് തീർന്നത് കൊണ്ടല്ല, വിഷയത്തോട് നീതി പുലർത്താൻ വേണ്ടി ഒന്ന് ജസ്റ്റ് അവിടെ ഒരു സെമി കോളിനിട്ട് രണ്ടാമത്തേതിലേക്ക് പോയതാണ്. അവിടുത്തെ സ്വഭാവത്തിൽ രണ്ടാമത്തേത് കാന അർഫഖന്നാസ്, വളരെ സോഫ്റ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ആരെയും കൂക്കി വിളിക്കൂല. ദൂരത്തുള്ള ആളെ തങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞയച്ചിട്ട് വിളിക്കും, അല്ലെങ്കിൽ തങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് വിളിക്കും. തങ്ങൾ തല മാത്രം തിരിഞ്ഞു നോക്കണ പരിപാടിയൊന്നുമില്ല. ആരെങ്കിലും തങ്ങളെ വിളിക്കുകയോ തങ്ങൾക്ക് ബേക്കിലുള്ള ആളോട് സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ തങ്ങൾ ഫുള്ളായിട്ട് തിരിയും. സോഫ്റ്റാണ് അവിടുത്തെ ഇരുത്തം, നടത്തം, പെരുമാറ്റം എല്ലാം. ആരെയും തങ്ങൾ തുറിച്ചു നോക്കാറില്ല. അത് അവിടുത്തെ കണ്ണിൻ്റെ സോഫ്റ്റ്നെസ്സാണ്. ആരെയും തങ്ങൾ ഇങ്ങനെ തുറിച്ചു നോക്കൂല. ഏതെങ്കിലും ഒരാളെ തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ സദസ്സിൽ വെച്ച് ആ വ്യക്തിയെ തങ്ങൾ പരാമർശിക്കൂല. മബാലു അഖ്വാമിൻ, ചിലരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ശരിയല്ല കേട്ടോ, അങ്ങനെ പറയുള്ളൂ. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവും. വേറെ ആർക്കും അയാളുടെ പേര് പറഞ്ഞ് വഷളാക്കണ പരിപാടി തങ്ങൾക്കില്ല. തെറ്റ് തിരുത്തുമ്പോഴും സോഫ്റ്റ്നെസ് ആണ്. രാത്രി എങ്ങാനും വീട്ടിലേക്ക് വരികയാണെങ്കിൽ തങ്ങൾ ഉറങ്ങുന്നവർ കേൾക്കാത്ത രീതിയിലും ഉണർന്നവർ കേൾക്കുന്ന രീതിയിലുമാണ് സലാം പറയാം. എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെ പറയുള്ളൂ. കോളിംഗ് ബെല്ല് 4 കൂട്ടടിച്ച് അയൽവാസികളടക്കം
ഞെട്ടി ഉണർത്തി എന്ന വർത്താനൊന്നും തങ്ങൾക്കില്ല. തങ്ങൾ നടക്കുമ്പോൾ സോഫ്റ്റായിട്ടേ നടക്കും. ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെ, കിടക്കുമ്പോൾ അങ്ങനെ തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞല്ലോ, നിന്റെ ഉമ്മ നിന്റെ റൂമിലുണ്ടാവുമ്പോൾ നീ വസ്ത്രം കൊടയരുത്. കാരണം ആ കൊടന്ന വസ്ത്രത്തിലെ പൊടിപടലങ്ങൾ ഉമ്മ ധരിച്ച മാക്സിക്കോ പർദ്ദക്കോ പറ്റിപ്പിടിച്ചാലോ. കണ്ടോ, ഒരു മുഅ്മിന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് റിഫ്ഖ് എന്ന് പറയുന്നത്. സോഫ്റ്റ്നെസ്, സക്കീനത്ത് ഉണ്ടാവണം. അറഫയിൽ നിന്ന് വാഹനപ്പുറത്ത് കയറുന്നതിൻ്റെയും ശരിപ്പെടുത്തുന്നതിൻ്റെയും ഒച്ചപ്പാടുകൾ ഉണ്ടായപ്പോൾ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു, അലൈക്കും ബിസ്സക്കീന. സ്വഹാബത്തെ, ശബ്ദമൊക്കെ ഒന്ന് താഴ്ത്തു, കുറക്കും. യഥാർത്ഥത്തിൽ മദീനയിൽ പോയാൽ നമ്മൾ പാലിക്കേണ്ട ഒരു കൾച്ചർ സൂറത്തുൽ ഹുജറാത്തിലുണ്ട്. ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി. തങ്ങളെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. കള്ളു കുടിച്ചാൽ കള്ളു കുടിച്ച ഹറാമാണ് ഉണ്ടാവുക, വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമാണ് ഉണ്ടാവുക. റൗള ഷരീഫിന്റെ അടുത്ത് പോയിട്ടോ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെയോ അവിടത്തേക്കാൾ ശബ്ദം ഉയർത്തിയാൽ അൻതഹ്ബത അഅമാലുക്കും, അവിടുത്തെ സാന്നിധ്യത്തിൽ വെച്ച് ശബ്ദം ഉയർത്തിയാൽ നീ അറിയാതെ നിന്റെ എല്ലാ അമലും പൊളിഞ്ഞു. കള്ളുടിച്ച വേറെ അമല് പൊളിയല്ല, ആ കള്ളുടിച്ച ഹറാമുണ്ടാവും. ഇതുവരെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു. ശബ്ദം ഉയർത്തരുത്. മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്തരുത് എന്ന് മാത്രമല്ലല്ലോ ഈ ആയത്തിന്റെ അർത്ഥം. അങ്ങനെയാണോ? അല്ല. ഹദീസിന്റെ ക്ലാസ്സിലും ശമാഇലിന്റെ ദർസിലും മൗലിദിന്റെ മജ്ലിസിലും എല്ലായിടത്തും ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്കുണ്ടാവണം. ഈ യഥാർത്ഥത്തിൽ നമുക്ക് മൊത്തത്തിൽ നമുക്കൊക്കെ തോന്നുന്ന പോലെ ഈ ജഗബൊക അല്ലല്ലോ ഇസ്ലാം. അപ്പൊ ഇവിടെ ഒരു വെള്ളം, സ്നാക്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, റിഫ്രഷ്മെന്റിന് എനിത്തിങ് എന്തെങ്കിലും ഒന്ന് ഇവിടെ വിതരണം ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇനി സാക്ഷാൽ ലാസ്റ്റ് കൊടുക്കണ ചീരണിയാണെങ്കിൽ തന്നെയും ഈ സദസ്സിന് ഒരു അഭംഗിയും ഇല്ലാത്ത രീതിയിലാണ് വിതരണം ചെയ്യേണ്ടത്. മെല്ലെ. അതിനാണ് ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ സംഘടനാ പ്രവർത്തകരാവണമെന്നും പഠിക്കുന്നത്. എന്നാലാണ് ഇതൊക്കെ സംഘാടനം പഠിക്കുക. സംഘടനാ പ്രവർത്തനവും അതിൻ്റെ ശക്തിയും കേരളത്തിൽ എത്തുന്നതിന് മുമ്പാണ് വഹാബികൾ മിക്ക പള്ളിയും പിടിച്ചെടുത്തതും വലിയ വലിയ മഹാന്മാര് ദർസ നടത്തിയ സ്ഥാപനങ്ങളൊക്കെ അവരുടെ കയ്യിലാക്കിയതും. സംഘടന ശക്തിപ്പെട്ടപ്പോഴാണ് അൽഹംദുലില്ലാ നമുക്ക് ജൈത്രയാത്ര തുടരാനും ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത്. നമ്മളെപ്പോഴും നല്ല സംഘടനാ പ്രവർത്തകരാവണം. അതാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളെ പിഴപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഈ ഔലിയാക്കൾ ചുറ്റുവട്ടം പറഞ്ഞിട്ട് പല ആൾക്കാരും പിഴപ്പിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ആശയത്തിന്റെ ചുരുക്കം, വളരെ സോഫ്റ്റ് ആയിരിക്കണം നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ. വളരെ സോഫ്റ്റ് ആയിരിക്കണം, വളരെ സോഫ്റ്റ് ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും തുറച്ചു നോക്കൂല. നമ്മളെങ്ങനെ, നമ്മളെ നാട്ടിൽ ഒരാൾ മസ്ബൂക്കായാൽ ഒരു നോട്ടാണ്, ഒരു ഒന്നൊന്നര നോട്ട്. അയാൾക്ക് തന്നെ തോന്നും ഞാൻ ശരിക്കും അവറത്ത് മറച്ചിട്ടില്ല റബ്ബേ, ഇതെന്താ എല്ലാവരും പാടെ എന്നെ നോക്കണം. അയാൾക്ക് തന്നെ പേടിയാവും. ഒരു മൗലിദിന്റെ മജ്ലിസിലൊക്കെ ഒരാൾ ഇടയിൽ കയറി വന്നാൽ ഒരു ഒന്നൊന്നര നോട്ട. ആ നോട്ടത്തിൽ 2 കിഡ്നിയും ഫെയിലാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി നോട്ടം. അതൊന്നും ഒരു നബി ജീവിതമുള്ള ആൾക്ക് പറ്റൂല. അങ്ങനെയൊന്നും നോക്കരുത്. ഒരാളുടെ വാതിൽ എങ്ങനെയാ മുട്ടേണ്ടത്? സ്വഹാബത്ത് എങ്ങനെയാ വാതിൽ മുട്ടുക? നഖം കൊണ്ടാണ്. അവര് വിരൽ കൊണ്ട് മുട്ടൂല, അത്ര നഖം കൊണ്ടാ മുട്ടുക. ഈ സോഫ്റ്റ്നെസ് ഉള്ള ആളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്ത് എന്നതിൻ്റെ ഉത്തരം പാനൂര് മൂസു ഉസ്താദിന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഉസ്താദിൻ്റെ കാലത്ത് ഇവിടെ വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു പെരുമാറ്റം എന്ന് പറയാം ഉസ്താദിൻ്റെ. വളരെ ഉസ്താദിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി താഴ്മയാണ്.
അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉസ്താദിൽ നിന്ന് വായിക്കേണ്ടത് അവിടുത്തെ താഴ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഒരിക്കലും കിബർ ഉണ്ടാവില്ല. എപ്പോഴും നമ്മളൊരു ഒച്ചപ്പാടിൻ്റെ ആളാവരുത്. അപ്പൊ നമ്മളെ ലൈഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് സോഫ്റ്റ്നെസ് എന്ന് പറയുമ്പോൾ, സമാധാനം എന്ന് പറയുമ്പോൾ, റിഫ്ഖ് എന്ന് പറയുമ്പോൾ. അയാൾ എങ്ങനെയാ ഫ്രിഡ്ജിന്റെ വാതിലടക്കുക? മെല്ലെ അടക്കുള്ളൂ. ഡോറിന്റെയോ മെല്ലെ, അഥവാ റൂമിന്റെ ഡോർ മെല്ലെ. അപ്പൊ അയാൾ എങ്ങനെയാ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കുക? കുറച്ച് വെള്ളം മതിയെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടല്ലോ ഫ്ലഷിന്, കുറച്ചടിക്കുക. നമ്മൾ രണ്ടും പാട് നിൽക്കല വേണ്ട, മെല്ലെ. അപ്പൊ കാറിന്റെ ഡോർ എങ്ങനെ അടക്കുക? മെല്ലെ അടക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ശരിക്കും ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഇന്ന് മൺഡേ അല്ലേ, ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം നിങ്ങൾ കാറിന്റെ ഡോർ അടക്കുന്നത് ശരിക്കും അടയൂല. പക്ഷെ അതേ അടഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ശരി, ഇന്നാന്നൊരു വയല് കേട്ട ശേഷം ഒരു പേടിയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് തന്നെ ആവുള്ളൂ ഈ സാധനം. ടോട്ടലി ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണോ? ടോട്ടലി. അപ്പൊ നമ്മളൊരു റൂമിലുണ്ട് എന്നുള്ളത് അപ്പുറത്തെ റൂമിലുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരാൾക്ക് വാട്സപ്പിൽ മിസ് കോൾ അടിച്ചാൽ അയാള് ഇപ്പൊ എന്തോ തിരക്കിലാണ് എന്നതുകൊണ്ട് അയാൾ നോക്കിയിട്ടില്ല. അയാള് വിളിച്ചോണ്ടിരിക്കരുത്. ശരിക്കും നമ്മൾ വാതിൽ മുട്ടിയാൽ തന്നെ പാലിക്കേണ്ട നിയമം എന്താ അറിയോ? 2ാമത് വാതിൽ മുട്ടുന്നതിൻ്റെയും 1ാമത് വാതിൽ മുട്ടിയതിൻ്റെയും ഇടയിൽ 4 റക്അത്തിന്റെ ഗ്യാപ്പ് ഇടണം എന്നാ. അങ്ങനെയാ. നമ്മളൊരു വീട്ടിൽ പോയാൽ എങ്ങനെ? അവിടെയും സോഫ്റ്റ് ആയിട്ട്, ഉദാഹരണത്തിന് നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് പോയി, ആ വീട്ടുകാർ നമ്മളോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നു, എന്നാൽ അവിടെ തന്നെ ഇരിക്കണം. വേണ്ട വേണ്ട, ഞാൻ ഇപ്പം ഇരുന്നോളാം. നോ. കാരണം ഇവിടെ ഇരിക്കാൻ ആ വീട്ടുകാർ പറയണത് കിച്ചണിൽ പെരുമാറുന്നതൊന്നും കാണണ്ട എന്ന നിലയിലായിരിക്കും. അത് ആ വീട്ടുകാർക്ക് അറിയുള്ളൂ. ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നാൽ അവിടെ നമുക്ക് ഇരിക്കാൻ പെർമിഷൻ കിട്ടിയ ഇരിക്കുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യരുത്. അവിടുത്തെ പത്രക്കെട്ട് വലിക്കുക, ഷെൽഫിൽ നിന്ന് കിതാബ് എടുക്കുക, വെൽപ്പ് തുറക്കുക. അയ്യേ, വളരെ മോശമല്ലേ അതൊക്കെ? നമ്മൾ ചെയ്യരുത്. ചില നാട്ടിലൊക്കെ വയലിന് പോയാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ച് കൊണ്ടുപോയാൽ ആ നാട്ടുകാർ മൊത്തം ആ വീട്ടിൽ കാണാം. നിങ്ങളെല്ലാം ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്. പിന്നെ ഇവിടുത്തെ ശൈലി അങ്ങനെയാണ്. എങ്ങനെ പറ്റുക? അനുമതി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന്റെ ഖുശൂ അങ്ങ് പോകും. 30 കൊല്ലം. ജൂനിയേഴ്സിനെ കൊണ്ട് സീനിയേഴ്സ് ബില്ലടപ്പിക്കലുണ്ടല്ലോ, പിടിച്ചു പറയണത്. കോളേജിലെ റാഗിങ്ങിന്റെ പുതിയ സ്റ്റൈലേ, ഫുഡ് കഴിച്ചിട്ട് ജൂനിയേഴ്സിനോട് പറയാം ബില്ലടക്കണം എന്ന്. 30 കൊല്ലം നിന്റെ ജീവിതത്തിലെ ഇബാദത്തിന്റെ ആനന്ദം ഡിലീറ്റ് ആക്കും. ഇമാം ഷാറാനി റഹ്മഹുല്ലാ തന്റെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ എഴുതി വെക്കും. പറ്റില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്, നേരെ കിച്ചണിലേക്കെല്ലാം പോകും. നമ്മളെ കുടുംബം പോലെയാണ് ഉസ്താദ് മൊത്തത്തിൽ. പച്ച ഹറാമല്ലേ? അതൊന്നും പറ്റില്ല. നമ്മളൊരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ ആരോ ക്ഷണിച്ച, അല്ലെങ്കിൽ ആ വീട്ടുകാരെന്നെ ക്ഷണിച്ച് അവിടെ എത്തിന്ന് കരുതുക. ആ ഫുഡ് നമ്മൾ കഴിക്കാന്നല്ലാണ്ട് ആ വീട്ടിലെ പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും നമുക്ക്? അത് ആ വീട്ടുകാരൻ ചെയ്യേണ്ട പണിയാണ്, നമ്മളല്ല. ഭാവനെ, നിനക്ക് അനുമതി ഉണ്ടായിന്? ആ വീട്ടിലെ പൂച്ചക്ക് ഫുഡ് കൊടുക്കേണ്ടത് സ്വാഹിബു ഹാദിഹി ദാർ, ഈ വീട്ടിന്റെ ഉടമസ്ഥനാണ്, നമ്മളല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാലോ, അവിടെയും കുറെ സോഫ്റ്റ്നെസ് കാണിക്കണം. അതെ, ആ ഗസ്റ്റിന് ഏറ്റവും പുതിയ ടർക്കി ആയിരിക്കണം കൈ തോർത്താൻ കൊടുക്കേണ്ടത്. മിൻ അദബിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഏറ്റവും പഴകിയ ടർക്കി അല്ല. ബാത്റൂമിൽ ഏറ്റവും നല്ല സോപ്പ് ആയിരിക്കണം. ബാത്റൂമിൽ നല്ല സോപ്പ്. ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പൊക്കെ ഒരു ഫ്രഷ് ആയ ചെരുപ്പായിരിക്കണം. വൃത്തി വേണം. ആ അതിഥി തിന്നുന്നത് നമ്മൾ നോക്കാൻ പാടില്ല. നമ്മളെ നാട്ടിൽ നേരെ ഉൾട്ടയാണ്. ഒരാൾ അതിഥിയായിട്ട് വന്നാൽ ആ അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ 6 ആള് ബേക്കിൽ നിന്ന് ഖുറാ മോഡല്,
എന്നിട്ട് കറക്റ്റ് മഹലിലെ മുഴുവനാക്കും അറിയാം. ഇന്ന് വേലന് വന്ന ഉസ്താദ് 2 ചപ്പാത്തി 1 ഇഡ്ഡലി നെയ്ച്ചോറ് കുറച്ചും പുഡിങ് 1 സ്പൂണുമാണ് കഴിച്ചത്. മഹലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊരു മോശമാണ് ഈ പരിപാടി, എന്തൊരു മോശമാണ്. എപ്പോഴാണ് നമ്മളൊന്ന് കൾച്ചേർഡ് ആവുക? ഒന്നാമത് നമ്മളെ കൺട്രോൾ ചെയ്യണത് മദീന അല്ല, അതാണ് നമ്മളെ പ്രശ്നം. നമ്മളെ പുതിയ തലമുറനെ കൺട്രോൾ ചെയ്യണത് ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിൽ എന്താണോ വന്നത് അത് നമ്മളിങ്ങനെ നമ്മളെ കുടുംബത്തിലേക്ക് കൊണ്ട് നടക്കുക. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമ്മെ മദീന കൺട്രോൾ ചെയ്യണം. ഒരാളുടെ ജീവിതത്തിൽ റിഫ്ക് ഉണ്ടെങ്കിൽ, സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ അയാളിൽ ഇല്ലാ സാനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അയാളുടെ ജീവിതത്തിന് വലിയ ബ്യൂട്ടി ആയിരിക്കും, വലിയ ഭംഗിയായിരിക്കും, വലിയ ഭംഗിയായിരിക്കും. അപ്പോൾ ഒച്ചപ്പാടുകളില്ലാത്ത ലൈഫ്. ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യയിൽ പറഞ്ഞല്ലോ, വീട്ടുകാരോ അല്ലെങ്കിൽ അതിഥികളോ ഭക്ഷണം കഴിക്കുന്നത് നോക്കുന്ന കുട്ടികളുണ്ടാവും, അവരെയും നിരുത്സാഹപ്പെടുത്തണം. മോനെ നീ എന്താ അവിടെ ഇരുന്ന് നോക്കുന്നത്, മോൻ ഇങ്ങോട്ട് വാ. അവരെയും നിരുത്സാഹപ്പെടുത്തണം, അവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. വർത്തമാനങ്ങളിലൊക്കെ ജഗബൊകയൊന്നും ഉണ്ടാവരുത്. ഗസാലി ഇമാം അത് പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഇല്ലാതെ ശ്രദ്ധിക്കണം. അതിനെ നന്നായി അല്ലാമ അംബാബി തൻ്റെ റിയാദുൽ സുബ്ഹിയാനിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? എൻ്റെ ഉപ്പ നാളെ ഖത്തറിന്ന് വരും, എനിക്കത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, അങ്ങനെയൊക്കെ വളരെ പൊങ്ങച്ചം പറയുന്ന കുട്ടികളുണ്ടാവും. നമ്മളെ മക്കളോട് പറയാ, ഒരാളോട് നീ സ്കൂളിൽ മദ്രസയിൽ പോയിട്ട് പറയരുത് കേട്ടോ, എത്രയോ പാവങ്ങളുണ്ടാവും. നീ എന്താടാ എല്ലാ ആൾക്കാരും ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് വരുന്നു, നീ എന്താ ഇങ്ങനെ യാചകനാ? ഓൻ്റെ ബർത്ത്ഡേ മറ്റോൻ്റെ മറ്റേത് ഇങ്ങനെ ഓരോ സാധനം വാങ്ങി, നീ എപ്പോഴെങ്കിലും അങ്ങോട്ട് കൊടുത്തിനോ? വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് കൊടുക്കലിനെ പ്രോത്സാഹിപ്പിക്കണം, എങ്കിലാണ് മക്കൾ സ്വാലിഹീങ്ങളാവുക എന്ന് കിതാബിൽ എഴുതി വെക്കുന്നത്. കുട്ടികൾക്ക് എപ്പോഴും ഷെയർ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലി ഇമാം പറയാം, കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം എപ്പോഴും. മോനെ ഉപ്പ 1 മിഠായി വാങ്ങിയിട്ടുള്ളൂ, ഇത്താത്തക്കും ഫാത്തി അനിയത്തിക്കും കൊടുക്കണം കേട്ടോ, ഓനെ കൊണ്ട് അത് കൊടുപ്പിക്കണം. നമുക്ക് 2-3 വാങ്ങാൻ വകയില്ലായിട്ടല്ല, ഓൻ്റെ ജീവിതം ശരിപ്പെടുത്താനാണ്. ഇത് ഒരു കുട്ടിയാകുമ്പോൾ തന്നെ വീടെടുത്തിട്ട് വേഗം ഓടുകയാണെങ്കിൽ ഈ കുടുംബജീവിതം ഒന്നും കുട്ടികൾക്ക് പഠിക്കൂല. ഷെയർ ചെയ്യാനൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മൂത്തമ്മാൻ്റെ മോൾക്ക്, അനിയത്തിൻ്റെ മോൾക്ക്, അങ്ങനെ അവർക്കൊക്കെ കൊടുക്കാൻ പഠിപ്പിക്കണം. ഇത് ഉപ്പമാര് പഠിപ്പിക്കുന്നതന്നെ എന്താ? ഇപ്പം മിഠായി വാങ്ങീന് ഇപ്പം തന്ന എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, റൂമിൽ നിന്ന് തരാം. ഇവൻ എന്താ ഈ ജീവിതത്തിൽ പഠിക്കുക? ഉപ്പാപ്പൻ്റെ കീശയിലുണ്ട്, മോനെ ഇപ്പം തരാം, നീ ഇങ്ങോട്ട് പോ, അടുത്ത് വാ, കൊടുക്കൂ. ഹുണ്ടിപ്പണം എങ്ങനെ കൈമാറാം എന്ന് പഠിച്ചു ആ കുട്ടി. ഭാവിയിൽ അവൻ അതിന് പറ്റും. ആ കുട്ടി എങ്ങനെയാണ് സ്വാലിഹാവുക? ഇവനിക്ക് എന്താ ഇങ്ങനെ രഹസ്യമായിട്ട് കൊടുക്കാനുള്ള കാരണം? അങ്ങനെ പരസ്യമായിട്ട് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരൂ, ആകെ ഒറ്റ മിഠായിയേ ഉള്ളൂ. ഈ മോൻ എങ്ങനെയാണ് നന്നായി കിട്ടുക? ഇതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ലല്ലോ. ഉപ്പാപ്പമാർക്കും ഉമ്മാമ്മമാർക്കും വലിയ പങ്കുണ്ട് കുട്ടികളെ നന്നാക്കുന്നിടത്ത്. ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ തർബിയത്ത് ചെയ്യുന്നിടത്ത് അവിടുത്തെ ഉപ്പാപ്പാക്ക് പങ്കുണ്ടെന്ന് കിതാബുകളിൽ കാണാം. പാപ്പാക്ക് പങ്കുണ്ട്. ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഈ പേരക്കുട്ടികളുടെ ഉമ്മ ഉപ്പ, അത് ചിലപ്പോൾ നമ്മളെ മോനോ മോളോ ആയിരിക്കും, അവരോടിങ്ങനെ ചൂടാവുകയും അവരെ തെറി പറയുകയും ആ മക്കളുടെ മുമ്പിൽ നിന്ന് തന്നെ അവരുടെ ഉപ്പാനും ഉമ്മാനും ചെറുതാക്കുകയും ചെയ്താൽ ഈ കുട്ടികൾക്ക് എങ്ങനെ ഈ ഉപ്പാനും ഉമ്മാനും വില ഉണ്ടാവുക? ഈ ഉപ്പാപ്പയും ഉമ്മാമയും ഇത് നന്നായി ശ്രദ്ധിക്കണം. ഉപ്പാപ്പാക്കും ഉമ്മാമക്കും വലിയ റോളുണ്ട്. വെറും പേരക്കുട്ടികളെ താലോലിക്കൽ മാത്രമല്ല, ഉപ്പ ഉമ്മ എന്ന വില പഠിപ്പിക്കണം ഉപ്പാപ്പിയും ഉമ്മാമിയും. നീ എന്താടാ ഉപ്പാനോട് പറഞ്ഞത്, ഉമ്മാനോട് പറഞ്ഞത്? ഇത് ഉപ്പാപ്പിയും ഉമ്മാമിയും പഠിപ്പിച്ചു കൊടുക്കണം. വാ മോനെ, എൻ്റെ ഉപ്പ എപ്പോൾ അങ്ങനെ തന്നെ എന്നല്ല പറയേണ്ടത്. എത്രയോ മക്കളുടെ ജീവിതത്തിൽ കാണാം, അവരുടെ നന്നാക്കുന്നിടത്ത് ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ വലിയ റോള് വഹിച്ചിട്ടുണ്ട്. എത്രയോ ഇമാമിങ്ങളുടെ ചരിത്രത്തിലുണ്ട്, എത്രയോ ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ. നമ്മുടെ ജീവിതത്തിന്റെ ശീലങ്ങൾ പോലിരിക്കും മക്കളുടെ സ്വലാഹിയത്ത്, മക്കളുടെ നന്മ എന്ന് പറയുന്നത്.
സ്വഹാബിമാരിൽ വലിയ ധർമ്മിഷ്ഠനായിരുന്നു സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയായാൽ അഹ്ലു സുഫത്തിൽപ്പെട്ട പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പണക്കാരായ സ്വഹാബിമാരെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്ക് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും? രണ്ടാൾ വരി, നിങ്ങൾ നാലാൾ വരി, 10 ആൾ വരി. അന്നേരം സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറയും, ഞാൻ 80 ആളെ കൊണ്ടുപോയിക്കോളെ നബിയേ. ആ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുമാ. ഈ ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കിതാബിൽ എന്താ ഉള്ളതെന്ന് അറിയാം? ഉപ്പാനെ പോലത്തെ സ്വതക്കയാണ്, അങ്ങനെ കിതാബിലുള്ള. ഒരു യാത്രയിൽ മഹാനവറുകൾ സ്വഹാബിമാർക്ക് വിശന്നപ്പോൾ തൻ്റെ 3 ഒട്ടകങ്ങൾ അറുത്തിട്ട് കൊടുത്തു. പിന്നെയും 3 ഒട്ടകങ്ങൾ, പിന്നെയും 3 ഒട്ടകങ്ങൾ. ലാസ്റ്റ് ക്യാപ്റ്റനായ സ്വഹാബി പറഞ്ഞു, ഇങ്ങനെ അർത്ഥം തീരുമല്ലോ എന്ന് പറയേണ്ടി വന്നു. സ്വഹീഹായ ഹദീസുകളിൽ കാണാം. വിത്ത് ഗുണം 10 ഗുണമായിരിക്കും. അതെന്തുകൊണ്ടാ? അത് ഉപ്പ അങ്ങനെ തന്നെ മക്കളെ പഠിപ്പിക്കുകയാണ്. ചില നന്മകൾ മക്കളുടെ മുന്നിൽ നിന്ന് ചെയ്യണം. അതാണ് പഴയ കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, സാദാത്തുക്കളും വലിയ ആലിമീങ്ങളൊക്കെ പള്ളിയുടെ മദ്രസയുടെ കലക്ഷനൊക്കെ നടത്തുമ്പോൾ പേരക്കുട്ടികളെയും കൂട്ടിയിട്ട് ഉപ്പാപ്പ അല്ലെങ്കിൽ ഉപ്പ സ്വന്തം മോനെ കൂട്ടിയിട്ട് വരും. ഇതാ ഉസ്താദേ, അതിന് ഈ മോൻ്റെ ഭാവിയിലും ഇത് പഠിക്കാൻ. കേരളത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മരിച്ചുപോയ പല പ്രമാണിമാരുടെയും മക്കൾ ഇപ്പോഴും ആ ഉപ്പ ചെയ്തതുപോലെ ചെയ്യാൻ നേരെ തിരിച്ചും ഉണ്ടാവും. അടുക്കണ്ട, ആ ഭാഗത്തേക്ക് പോണ്ട, ഉപ്പാൻ്റെ ഒരു സ്വഭാവം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും. ഞാനിപ്പോൾ എൻ്റെ വിഷയം പാരൻറ്റിങ് അല്ല, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ ആളാവണം, ഒച്ചപ്പാടില്ലാത്ത എല്ലാം പരമാവധി. അപ്പോൾ ടേബിളിൻ്റെ മേലെ ഗ്ലാസ് വെക്കുമ്പോൾ മെല്ലെ വെക്കുക. എത്രത്തോളം ശബ്ദം കുറക്കാൻ പറ്റുമോ എല്ലാത്തിലും ശബ്ദം കുറക്കുക. ഇന്നൻകറൽ അസ്വാത് ലസൗത്തുൽ ഹമീർ. കഴുതൻ്റെ ശബ്ദമാണ് ലോകത്തെ ഏറ്റവും മോശം ശബ്ദം. ഈ ജീവികളുടെ ശബ്ദം പറയുന്ന ബുക്കാണോ ഖുർആൻ? ആണോ? ഇതെന്തിനാ ഈ കഴുതൻ്റെ സാധനം പറഞ്ഞത്? അതിനാ അങ്ങനെ പറഞ്ഞത്? ആവശ്യമില്ലാണ്ട് ശബ്ദം ഇടുന്ന ആൾ, കഴുതപ്പാട്ട് പാടുന്ന ആളാണെന്ന് അതിൻ്റെ ഒരു കൺസേൺ, ഒരു താല്പര്യം. അത് അങ്ങനെ ആവരുത്. മെല്ലെ 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 എല്ലാത്തിലും ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരും. അത് വാതിലടക്കുമ്പോഴാണെങ്കിലും പൂട്ടുമ്പോഴാണെങ്കിലും എല്ലാത്തിലും ഒരു സോഫ്റ്റ്നെസ്. ഹോൺ അടിക്കുമ്പോൾ അങ്ങനെ തന്നെ, ആവശ്യത്തിന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നീ വഴിയോടുള്ള കടപ്പാട് കൃത്യമായി നിർവഹിക്കണം. അത് ട്രാഫിക് പോലീസ് അവിടെ ഉള്ളത് കൊണ്ടോ CCTV അവിടെ സ്ഥാപിച്ചുകൊണ്ടൊന്നും അല്ല. മദീനയാണ് ഒരാളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരു ട്രാഫിക് നിയമവും തെറ്റിക്കൂല. അയാൾ മെല്ലെ വിടുള്ളൂ, അയാൾ ഹോൺ പതുക്കെ മാത്രമേ അടിക്കുള്ളൂ. അപ്പോൾ മഹ്ലറത്തുൽ ബദരിയക്ക് പങ്കെടുത്ത ഒരു മനുഷ്യൻ ബൈത്ത് മാത്രം ചൊല്ലിയിട്ട് വേഗം പോവുകയാണ്, ദുആക്കൊന്നും ഇരിക്കാതെ. എന്തേ? അർജന്റ് ആവശ്യമുണ്ട്. അപ്പൊ അയാൾക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം ശേഷം വന്നവരെല്ലാം വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. വഴിയോടുള്ള കടപ്പാടാണ്. കേട്ടോ, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത ലൈഫ്. അതാണ് അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരാൾക്കും, അത് മതം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജീവിതം ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതാണ് നമുക്ക് പാനൂര് മൂസ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് ഈ ഉറൂസ് മുബാറക്കിൽ നമ്മൾ പഠിച്ച് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. വഴിയോടുള്ള കടപ്പാട് വിശദീകരിക്കുന്നുണ്ട് ഫത്ഹുൽ ബാരിയിൽ. 10-14 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഒരു വഴിയിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ഒരു വഴിയിൽ വണ്ടി പാർക്ക് ചെയ്താൽ 10-14 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ വിഷയം അതല്ല, എന്നാലും കിതാബ് നോക്കുന്നവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറയാം. 14 കാര്യങ്ങൾ എണ്ണി 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 ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു വഴിയിൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ എന്ന് അതിൽ വളരെ വിശദമായിട്ട് പറയുന്നു. ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം, ഹദീസിൻ്റെ വിവിധ റിപ്പോർട്ടുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കാന അർഫഖന്നാസ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സോഫ്റ്റായ ആളാണ്, സക്കീനത്തിൻ്റെ ആളാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, എന്നാലേ നമ്മളെ മനസ്സിൽ സക്കീനത്ത് ഉണ്ടാവുള്ളൂ. ആ സമയത്തും ഫോൺ നോക്കിയിരുന്ന് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ എൻഗേജ് ആയാൽ റാഹത്തുണ്ടാവില്ല നമ്മളെ ജീവിതത്തിൽ. അപ്പോൾ ഒരു പാവായി ജീവിക്കാം. വഇബാദുർ റഹ്മാനില്ലദീന, ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ അടിമകളാവും. നടക്കുന്നതും ഇരിക്കുന്നതും കസേര എടുത്തു വെക്കുന്നതും എല്ലാം, കസേര താഴേക്ക് ഇറക്കി വെക്കുന്നത്, കയറ്റുന്നത് എല്ലാം ശബ്ദങ്ങളില്ലാത്ത, എത്ര ശബ്ദം കുറക്കാൻ പറ്റുമോ അത്രയും ശബ്ദം കുറക്കുന്ന രീതിയിൽ. ഇനിയിപ്പോൾ ഒരാളെ ഉപദേശിക്കുമ്പോഴും കുറ്റപ്പെടുത്താതെ ഉപദേശിക്കും. അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു അഥവാ ഇമാം ഷാറാനി റളിയല്ലാഹുവിൻ്റെ ഉസ്താദ് പറയുണ്ടല്ലോ, തെറ്റുകാരനായ ഒരാളെ കണ്ട നീ വേഗം അയാളെ ഫ്രണ്ട് ആവുക. അങ്ങനെ പറഞ്ഞാൽ നീ ഉപദേശിക്കുന്ന ഉപദേശം അയാൾ സ്വീകരിക്കണമെങ്കിൽ നിനക്ക് ആദ്യം അയാളിൽ ഒരു എൻട്രി കിട്ടണം. അതിന് അയാളെ ഒന്ന് സ്നേഹിക്കുക, എന്നിട്ട് സൗഹൃദത്തിൽ പറഞ്ഞു കൊടുക്കുക, എന്നാൽ വേഗം ശരിയാവുന്നു. ഹദീസിൽ വന്നല്ലോ, എന്താ ഹദീസിൽ വന്നത്? കടുപ്പത്തിൽ പറയുന്നതിനേക്കാൾ റിസൾട്ട് ഉണ്ടാകും എളുപ്പമാക്കിയാൽ. ദഅവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ അയക്കുമ്പോൾ അവരോട് എന്താ ഉപദേശം കൊടുത്തത് എന്നറിയോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ആരെ പറഞ്ഞേക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയാ? യസ്സിറാ വലാ തുഅസ്സിറാ, പ്രയാസപ്പെടുത്തരുത് കേട്ടോ, എളുപ്പാക്കണേ. ബശ്ശിറാ വലാ തുനഫിറാ, വെറുപ്പിക്കരുത് കേട്ടോ, സന്തോഷിപ്പിക്കണേ എല്ലാവരെയും. കണ്ടോ, സന്തോഷിപ്പിക്കണം എല്ലാവരെയും. ഞാൻ മുടി എന്താടാ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം മുടിയും കൂടി മുറിച്ചിനെങ്കിൽ മോൻ വളരെ ഭംഗിയുള്ള മോനാകും എന്ന് പറയുന്നതിലേക്ക് നമ്മളെ ആൾക്കാരൊക്കെ ഒന്ന് വന്നാൽ, ചെറുപ്പക്കാരൊക്കെ അല്ലേ ഈ ഡെക്കറേഷനൊക്കെ കത്തിച്ചത് അല്ലേ? നിങ്ങൾ ഏത് നബിദിന പരിപാടിയായാലും ഏത് ഉറൂസ് മുബാറക്ക് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പാനൂർ മൂസ ഉസ്താദിൻ്റെ ഉറൂസ് പരിപാടിയിലും നിങ്ങൾ നോക്കിക്കോ, ചെറുപ്പക്കാരായിരിക്കും എല്ലാത്തിലും. നമ്മൾ ഭക്ഷണം വാങ്ങി ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഒരു പൊതി ഭക്ഷണം വാങ്ങി തിരിച്ചു പോകുമ്പോഴും ആ മക്കൾ ഈ ചെയർ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ടാവും. അപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് തിരുത്തി കൊടുക്കുക. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ സ്റ്റൈല്. ഒരു ചെറുപ്പക്കാരൻ എടുക്കുന്ന വുളുഇൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു അടുത്ത് പോയിട്ട് പറഞ്ഞ്, ഐ ബുനയ്യ അഹ്സിനിൽ വുളുഅ, വുളു നന്നാക്ക് മോനെ, യുഹ്സിനുക അല്ലാഹു, മോനെ അല്ലാഹു നന്നാക്കും. നമ്മളെ നാട്ടുകാർ നീ നന്നാവൂല എന്നാ പറയല്. ഷാഫി ഇമാം നന്നാവാനുള്ള കവാടം ഓപ്പണ എന്നാ പറയുന്നത്. അപ്പൊ ആ ചെറുപ്പക്കാരൻ നന്നായിട്ട് വുളു എടുത്തു. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പരിധി പിടിച്ചിട്ട് എനിക്ക് കുറച്ച് ഉപദേശം തരുമോ എന്ന് ചോദിച്ചു. കണ്ടോ? അപ്പൊ മെമ്പർഷിപ്പ് ചേർക്കുന്ന സമയത്ത് തോളത്തെ കൈവച്ച് ചേർത്തോണ്ട് അസുഫ ദർസിന് വിളിക്കാണ്ട് തന്നെ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മളെ സ്വഭാവത്തിൽ മനുഷ്യന്മാരെ ആകർഷിക്കണം. എന്നെ കണ്ട പിള്ളേർക്കെല്ലാം മരണം പേടിയാണ്. അത് പാമ്പിനെ കണ്ടാലും അങ്ങനെ തന്നെ. അതൊന്നും വലിയ അഭിമാനമാക്കരുത് എന്നാണ് കിതാബിൽ പറയണത്. അങ്ങനെയൊന്നും ആക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലേക്ക് കയറിയ കുട്ടികളെ കോടി വന്ന് മടിയിലിരുന്ന് ഷോൾഡറിലിരുന്ന് അവിടുത്തെ പിടിച്ച് തൂങ്ങി അവിടുത്തെ വാഹനമാക്കി ഉപയോഗിച്ച്. കണ്ടോ? നമ്മളെ വർത്തമാനത്തിലും കുറ്റപ്പെടുത്താതിരിക്കുക. മനുഷ്യന്മാർക്ക് കുറ്റപ്പെടുത്തൽ തീരെ ഇഷ്ടമല്ല, അതൊരു വെറുപ്പാണ്. മനുഷ്യന്മാർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പുണ്ടാവും. അതാണ് ഹദീസിൽ പറഞ്ഞത്, സോഫ്റ്റ് ആയിട്ട് പറയുന്നതിൻ്റെ റിസൾട്ട് ഒരിക്കലും കടുപ്പായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി സംഘാടകരോടും കൂടി പറയാം, സംഘാടകരും ഒരു വയലിൻ്റെ വിഷയമൊക്കെ ഇടുന്ന സമയത്ത് നാട്ടുകാർക്ക് ആ വയലിന് വരണമെന്ന് തോന്നുന്ന വിഷയം ഇടുക. പുതിയ തലമുറ എങ്ങോട്ട്, ഇനി ഏതെങ്കിലും ഒരു പുതിയ തലമുറ അതിൽ വരോ, ഷൊർണൂരേക്ക് ഉത്തരവ് എഴുതിയിട്ട് വയൽ പിരിച്ചു വിട്ടാൽ എത്തനായി. ഈ നെഗറ്റീവ് സ്ലാങ് ഉള്ള ഒരു വിഷയം ഇടരുത്. ആത്മഹത്യ പെരുകുമ്പോൾ ലഹരിയെ കൊല്ലുന്നു, യുവതയെ കൊല്ലുന്നു, ഇങ്ങനെ അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി നമ്മൾ പോസിറ്റീവ് എനർജി കൊടുക്കുക. അപ്പോൾ ഖുർആന്റെ ആയത്ത് അർത്ഥം വെക്കുമ്പോഴും വൽ അസ്ർ, കാലം തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെ നിങ്ങൾ തോൽക്കരുതടോ. ശേഷം 4 കാര്യങ്ങളുണ്ട്, അത് കിട്ടിയ ജയിക്കും മോനെ എന്നൊരു പ്രതീക്ഷ കൊടുക്കുക. അള്ളാഹ് ഈ ആയത്ത് പറയുമ്പോൾ നമ്മൾ തോൽക്കണം എന്നാ താല്പര്യം, ജയിക്കണം എന്നാ? ജയിക്കണം എന്നല്ലേ? അതെ.
സ്വർഗം വിശാലാന്ന് കേട്ടോ. ആരും അതിനകത്ത് നമ്മൾ പുറത്താക്കണ്ട. പരമാവധി മനുഷ്യന്മാരെല്ലാം അടുപ്പിക്കുക എല്ലാരെയും. അത് മഹാന്മാർ എഴുതി വെച്ചല്ലോ. ചില ആൾക്കാർക്കൊക്കെ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. മുലാൽ ഖാരിയുടെ മിർഖാത്തിലുണ്ട്, കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അവരുടെ ഉള്ളിൽ മഹബത്ത് ഉണ്ടാവും. ആ മഹബത്ത് കൊണ്ട് അല്ല രക്ഷപ്പെടുത്തിയാലോ. അതുകൊണ്ടല്ലേ ഈ മക്കള് പാതിരാക്ക് 2:30 3:30 ഈ ഡെക്കറേഷൻ ബൾബൊക്കെ കത്തിക്കണത്. ഓൻ്റെ മുടിയൊക്കെ ചിലപ്പോൾ നീണ്ടിട്ടുണ്ടാവുന്ന്. ആ ബർക്കത്തുകൊണ്ട് കഴിച്ചലായാലോ. മുസ്ലിം പോലും അല്ലാത്ത ആളല്ലേ അബൂലഹബ്, അതും വെറും അമുസ്ലിമാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെല്ലാം ബുദ്ധിമുട്ട് മൂപ്പരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ബുദ്ധിമുട്ടിച്ചില്ലേ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനവന വിവരം അറിഞ്ഞപ്പോൾ സന്തോഷിച്ചു. സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചു. ആ കാരണം കൊണ്ടല്ലേ എല്ലാ തിങ്കളാഴ്ചയും മൂപ്പർക്ക് വിരലിൽ നിന്ന് വെള്ളം കിട്ടുന്നത്. ഇതിനെ വിശദീകരിച്ചിട്ടല്ലേ ഇമാം നാസിറുദ്ദീൻ ദിമിഷ്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നരകത്തിൽ ശാശ്വതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച ഖുർആൻ തന്നെ അയാളെ ആക്ഷേപിക്കാൻ ഒരു സൂറത്ത് തന്നെ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഒരു സൂറത്ത് തന്നെ ഇറക്കിയ അബൂലഹബിന് ഈ ഓഫർ ഉണ്ടെങ്കിൽ ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച മോനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിച്ച എന്തെല്ലാം കിട്ടും. എല്ലാവരും പാടെ നരകത്തേക്ക് അടുത്തിട്ട് ഞാനും തട്ടാനും എന്ന സിദ്ധാന്തങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരെയും പരമാവധി അടുപ്പിക്കാൻ. ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് തിരുത്തി കൊടുക്കാം. നല്ലോണം തിന്നാറുണ്ട് തോന്നലട മോനെ? ഇല്ല ഉസ്താദ്. തിന്നോണ്ടായിരിക്കുമല്ലോ കുടലൊക്കെ ഇങ്ങനെ. എനിക്കെന്ത് കുടല് വീർത്ത് വന്നോണ്ടായിരിക്കുമല്ലോ പാൻ്റൊക്കെ അവിടെ തന്നെ നിൽക്കാണ്ട് നെരിയാണിക്ക് താഴെ. അത് അറിയാണ്ട് താണ് കണ്ടോ. അപ്പം നെരിയാണിക്ക് മേലെ പാൻ്റ് ഉടുക്കൂന്ന് പറയുന്ന ഒരു ആമുഖാണത്. എത്രാം ക്ലാസ്സിലെ മദ്രസ വെറുതെ അല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഓനിക്ക് മദ്രസേനോടും താല്പര്യം ഉണ്ടാവില്ല. അതാ പ്രശ്നം. ഈ കുറ്റപ്പെടുത്തൽ പരമാവധി ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ മഹല്ലിലും പള്ളിയിലൊക്കെ ആൾ ഉണ്ടാവേ. ഇപ്പോൾ പള്ളിയിൽ കയറുമ്പം തന്നെ ശിക്ഷകൾ ഇങ്ങനെ തുരുതുരാ പറയുന്നതിന് പകരം ഇസ്ലാം ബശ്ശിറ വലാ തുനഫിറ, വെറുപ്പിക്കരുത് മനുഷ്യന്മാരെ വെറുപ്പിക്കരുത്. സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു, മോൻ സുബ്കി ഇമാമിൻ്റെ പേര് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഈ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. വലിയ സ്വാലിഹ്യങ്ങളെ കുടുംബമാണ്. ബഹാഉദ്ദീൻ സുബ്കി, താജുദ്ദീൻ സുബ്കി, തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഉപ്പനെ കുറിച്ച് പറയേണ്ട, അഥവാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയേണ്ട. രാജാവ് പട്ടിൻ്റെ വസ്ത്രം ധരിച്ചത്രേ. രാജാവ് പട്ടിൻ്റെ വസ്ത്രം ധരിച്ചു. ഈ ധരിച്ച വസ്ത്രം പാടില്ല, ഹറാം. എങ്ങനെ പട്ടിൻ്റെ വസ്ത്രം ധരിക്കാൻ പറ്റും? അത് പറ്റൂല. രാജാവിനെ കണ്ടപ്പോൾ ഉപ്പ എങ്ങനെയാ അത് തിരുത്തിയത് എന്നറിയാം. സോഫ്റ്റായിട്ട് തിരുത്തണം എന്നുള്ളതിന് മഹാനവറുകൾ പറയുന്ന തൊബഖാത്തിൽ പറയുന്ന ഉദാഹരണം. എങ്ങനെയാ തിരുത്തിയതെന്നറിയാം. രാജാവേ, ഈ വസ്ത്രത്തിന് എന്ത് വില വരും? ഇത്ര വില വരും. ഇത്രേ വില ഉള്ളൂല്ലേ? നിങ്ങളൊക്കെ ഒരു രാജാവല്ലേ, ഒരു പ്രസ്റ്റേജ് ഇല്ലേ? ഒരു അത്യാവശ്യം വിലയൊക്കെയുള്ള വസ്ത്രമാവണ്ട നിങ്ങളൊക്കെ ധരിക്കണത്. വളരെ ചീപ്പറായിട്ടുള്ള വസ്ത്രമാണോ നിങ്ങളൊക്കെ ധരിക്കുക? നിങ്ങൾക്കൊക്കെ ഒരു വിലയില്ലേ സമൂഹത്തിൽ? മാത്രമല്ല, ഇത് കഷ്ടപ്പെട്ട് ധരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും മെച്ചം കിട്ടാനുമില്ല. നരകത്തിൻ്റെ വസ്ത്രം. അവ രാജാവിന് ക്ലിക്കായി. രാജാവിന് ക്ലിക്കായി. ആദ്യം പറയേണ്ടത് രണ്ടാമത്തേലേക്ക് മാറ്റിയതാണ്. വസ്ത്രം മാറ്റിയിട്ട് സാധാ വസ്ത്രം ധരിച്ചിട്ട് വന്നു. ഇതിനെക്കുറിച്ച് മോൻ എന്താ പറയുന്നത്? ഉപ്പാൻ്റെ ഹിക്മത്തിനെ കുറിച്ച് ആദ്യം തന്നെ രാജാവിനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ വസ്ത്രം പാടില്ല എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്വീകരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. മൻ റഅ മിൻകും മുൻകറൻ എന്ന ഹദീസ് അർബഈൻ നബി ഉദ്ധരിച്ചപ്പോൾ ഇമാം മുനാവി റഹിമഹുല്ലാഹ് അതിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഈ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. അവിടെ വളരെ സോഫ്റ്റ്. അറാബിയായ ഒരാൾ പള്ളിയിൽ മൂത്രയിച്ചപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ട് പള്ളീൻ്റെ പുറത്തേക്ക് ഇടുന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഓടിക്കാൻ വേണ്ടി സഹാബത്ത് ശ്രമിച്ചപ്പോൾ സഹാബത്തെ അശുദ്ധിയുള്ള അഥവാ വലിയ ശുദ്ധിയുള്ള ഒരാൾ പള്ളിയിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഹറാം. ഇത് മൂത്രം. ഏത് പള്ളിയിൽ? മദീനത്തെ പള്ളിയിലെ മൂത്രയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാടെന്താ? സഹാബത്തെ
എന്താ അതിൻ്റെ അർത്ഥം? ഒഴിക്കട്ടെ. എന്ത്? ജ്യൂസല്ല, എന്ത്? മൂത്രം. എവിടെ? മദീനത്തെ പള്ളിയിൽ. അവ മൂത്രമൊഴിക്കാൻ 1 മിനിറ്റ് 2 മിനിറ്റ് 1.5 മിനിറ്റ് എത്ര സമയം എന്ന് വെച്ചാൽ അവരവർക്ക് വേണ്ട സമയം അല്ലേ? അതെ, ആ സമയം എന്തായാലും അങ്ങോട്ടേക്ക് നോക്കിയിട്ട് നബിയും സ്വഹാബത്തും ഇരിക്കൂലല്ലോ. ഇല്ല, ഇങ്ങോട്ട്. ഈ 1.5 മിനിറ്റ് നമ്മളെ നാട്ടുകാർക്ക് ഇല്ലാതെ പോയതാണ് മിക്ക സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. നമുക്ക് പിറ്റേന്ന് തന്നെ മറുപടി പ്രഭാഷണം വെക്കണം, എന്നാലേ നമ്മുടെ വികാരം അങ്ങോട്ട് പൂർത്തിയാവും, നമ്മളെ സുന്നത്തമയത്ത് അങ്ങോട്ട് ശക്തിപ്പെടും. എന്താണ് ഈ അറ്റ്മോസ്ഫിയറിൽ വേണ്ടത് എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. എന്താണ് ഈ സമൂഹത്തിന് എന്താണ് വേണ്ടതെന്ന് പഠിക്കുക. എന്തുകൊണ്ടാണ് ആറാബിയെ ഉടനടി തിരുത്താതിരുന്നത്? എന്താ അതിൻ്റെ കാരണം? 2 കാരണങ്ങളുണ്ട്, ഷർ മുസ്ലിമിലുണ്ട്. ഒന്ന്, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഓടിച്ചാൽ മൂപ്പര് മൊത്തം മൂത്രമൊഴിച്ചുകൊണ്ട് ഓടും, അപ്പോൾ പള്ളി മൊത്തം മൂത്രമാവും. എന്ന് പറഞ്ഞാൽ ഉസ്താദ് പിറ്റേന്ന് ജുമാക്ക് എന്തായാലും ആ നരനായാട്ടിനെതിരെ ഉസ്താദ് പ്രസംഗിക്കണം എന്നിട്ട് പ്രസംഗിച്ചാൽ മഹല്ലിൽ മൊത്തം അറിയും ഇബ്രാഹിം ഹാജീൻ്റെ വീട്ടിൽ കള്ള് വിതരണം ഉണ്ടായിന് കല്യാണത്തിൻ്റെ തലേന്ന്. അതെന്തിനാ അറിയിക്കുന്നു? ആ മൂപ്പരെ മാത്രം വിളിച്ച് തിരുത്തിയാൽ പോരെ. രണ്ടാമത്തത്, മൂപ്പര് മൂത്രമൊഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് മൂപ്പരെ ഓടിച്ചാൽ മൂപ്പര് മൂത്രം പിടിച്ചു വെക്കുമായിരിക്കും. അയാൾക്ക് മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യത ഉണ്ട്. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ മേലാൽ നമ്മളെ മഹല്ലിലെ പള്ളിയിൽ വരില്ല അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അത് വേണ്ട. ആരും അങ്ങനെ അകറ്റണ്ട, എല്ലാവരും അടുപ്പിക്കുക. ഞാനൊന്നുകൂടി പറയുന്നു, അള്ളാഹ് സൃഷ്ടിച്ച സ്വർഗം വിശാലമാണ്, ആരെയും പുറത്താക്കണ്ടെന്ന്. സോഫ്റ്റ് ആവും, എല്ലാവരും നന്നാകും എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുക. ആരെക്കുറിച്ചും മോശം വിചാരിക്കരുത്, ഒരാളെയും മോശം. ചില ആൾക്കാർ ആരെ കണ്ടാലും, ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരല്ല ചെറുപ്പത്തിൽ തന്നെ ഒരു നാണമാണ്. ഒരു ഏട്ടന് അനിയത്തിനോട് ചോദിക്കുന്നതായിരിക്കും, നീ ഇപ്പം തന്നെ എൻ്റെ പരം വരുന്നോ, ഇക്കാക്കൻ്റെ പരം വരുന്നോ, അല്ല ഞാൻ വയ്യ കൂട്ടാൻ വരണമെന്ന് ചോദിക്കുന്നതായിരിക്കും. അതാണ് മൂപ്പരിങ്ങനെ ബൈക്കെടുത്ത്. എന്താണ് ഇത്? എന്തിന് എന്തിന് നമ്മളാരെക്കുറിച്ച് മോശം വിചാരിക്കാൻ പോകരുത്. സൂലൻ ഹറാം, മോശം വിചാരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ആരെ കണ്ടാലും മോശം ചിന്ത വരുന്നത്? ആ രോഗം എങ്ങനെയാ വരുന്നത്? അതിനും ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തന്നെ മറുപടി പറയുന്നുണ്ട്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താ? ഒരാൾക്ക് ആരെ കണ്ടാലും മോശം വിചാരം. സ്റ്റേജുമിൽ ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ മൂപ്പര് വിചാരിക്കുക വെറും സ്റ്റേജുമിലേ മൂപ്പര് ഇരിക്കുള്ളൂ, മൂപ്പർക്ക് എപ്പോൾ സ്റ്റേജ് വേണം. വേറൊരാൾ കണ്ടാൽ അയാൾ എനിക്ക് തീരെ പിടിക്കില്ല, പണ്ടേ പിടിക്കില്ല. മറ്റേയാളോ മറ്റേയാൾ പിന്നെ പറയണ്ട എന്ന് പറയാം. ലോകത്തെ എല്ലാവരും മോശം, മഹാനായ ഞാൻ മാത്രം നല്ല ആൾ. അതാണ് മൂപ്പരുടെ ഒരു നിലപാട്. ഈ ചിന്ത ഒരാൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? ഹലാലല്ലാത്ത ഫുഡ് മൂപ്പര് എന്നെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അത്തരക്കാർക്ക് ആരെ കണ്ടാലും മോശം വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അയാളുടെ ഹൃദയം മോശമായിട്ടുണ്ടാവും. സ്വന്തം ഹൃദയം മോശമായാൽ മാത്രമേ വേറൊരാളെ കുറിച്ച് മോശം വിചാരം വരികയുള്ളൂ. അതങ്ങനെയാണ്. അത് ഹദീസിലുണ്ടല്ലോ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കണ്ണാടി പോലെയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരാള് കണ്ണാടി നോക്കിയാൽ കണ്ണാടിയിൽ സ്വന്തം പിക്ചറാണ് കാണുക, അല്ലേ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കണ്ണാടി പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഈ മുഅ്മിനെ മാറ്റി, ഈ കണ്ണാടിനെ മാറ്റി വെച്ചിട്ട് മുഅ്മിനാണ് നിർത്തുക. അപ്പോൾ വേറൊരു മുഅ്മിനെ കാണുമ്പോൾ നമുക്ക് മോശം ചിന്ത ഉണ്ടെങ്കിൽ ഈ മുഅ്മിൻ എന്ന കണ്ണാടിയിലൂടെ നമ്മളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് രോഗമുള്ളത് കൊണ്ടാണ് ഈ മുഅ്മിനെ കാണുമ്പോൾ ഇയാൾ മറ്റേയാളല്ലേ എന്ന തോന്നൽ വരുന്നത് എന്നതാണ് ഈ ഹദീസിൻ്റെ ഒരു താല്പര്യം. തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഹറാനി റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കും.